ഹലോ ഗൈസ്, ഒരുപാട് നാളത്തെ വെയിറ്റിങ്ങിന് ശേഷം നമ്മൾ പിന്നും കോളേജിലേക്ക് പോവാം. ഒരു മാസമായിട്ടും ഒരു മാറ്റവും ഇല്ലാണ്ട് 5 പഴയ കണക്ക് തന്നെ. നേരെ വന്ന് നമ്മൾ എൻ്റെ അടുത്തിരുന്നു. കണ്ടില്ലേ, എൻ്റെ അടുത്തിരുന്ന് വഴി പോയി അണ്ണൻ്റെ ചവിട്ടും മേടിച്ചോളൂ. കാര്യമായിട്ടൊന്നും നടക്കാത്തതുകൊണ്ട് ഞങ്ങൾ നേരെ കോളേജിൽ പോയി. രണ്ട് കാര്യം കണ്ടില്ലേ, പഠിക്കുകയാണ്. എന്തോ കാര്യമായിട്ട് എഴുതുക. ഞങ്ങൾക്ക് എഴുതാമെന്നില്ലാത്ത ഞങ്ങൾ വീഡിയോ എടുത്തു. പിന്നെ അവിടെ നേരെ ഞങ്ങൾ ഫുഡ് കഴിക്കാനാണ് പോയത്. അഞ്ചലുള്ളതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് മന്തി എന്നും പറഞ്ഞാണ് അഞ്ചു ഞങ്ങളെ കൊണ്ട് ഇങ്ങോട്ട് വന്നത്. മന്തിയുടെ ടേസ്റ്റ് കാരണമെന്ന് തോന്നുന്നു സൂര്യ അത്യാവശ്യം നല്ലൊരു പിടി പിടിച്ചു. സംഭവം ഞാൻ വീഡിയോ എടുക്കുന്ന പോലും അറിയാത്ത പുള്ളിക്കാർ നല്ല രീതിയിൽ കഴിക്കുമായിരുന്നു. അതിൻ്റെ ഒരു ചെറിയ ചമ്മലുണ്ടായിരുന്നു എടുക്കുന്നു എന്ന് മനസ്സിലായപ്പോൾ. പിന്നെ ഞങ്ങൾ അവിടെ നേരെ ഇറങ്ങി. മന്തി എങ്ങനെ ഉണ്ടായിരുന്നു സൂര്യ? കുറേ നാളായിട്ട് വീഡിയോ ഒന്നും ഇല്ലായിരുന്ന കേസ് വയ്യാത്തതാണ് കേട്ടോ. ചെറിയൊരു സുഖമില്ലായ്മ ഉണ്ടായിരുന്നു. ഒരാൾക്ക് സീറ്റ് കിട്ടിയത് മാത്രമേ ഓർമ്മയുള്ളൂ. അവൾ കിടന്നങ്ങ് ഉറങ്ങിക്കളഞ്ഞ്. ഞാൻ നേരെ വീട്ടിൽ വന്ന് കണ്ടില്ലേ, നമ്മുടെ അളിയനെ തൂക്കിക്കൊണ്ട് നേരെ പോയത് കണിയാർക്കേതിലൊക്കെയാണ്. ഞങ്ങളുടെ നാട്ടിലെ തന്നെ ഏറ്റവും വലിയ ഹിഡൻ സ്പോട്ടാണ് കേസ്. പക്ഷേ പല ആൾക്കാരും പല വ്ളോഗേഴ്സും വന്ന് സംഭവം ഇപ്പോൾ ഹിഡൻ ഒന്നുമല്ല, എല്ലാവർക്കും അറിയാം. അത്യാവശ്യം സംഭവം ഒരു കിടില സ്പോട്ട് തന്നെയാണ്. മഴക്കാലത്ത് വന്ന ഏറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഗൈസ് ഇവിടെ. ഞാൻ ഈ കൊട്ടവേലത്ത് വീഡിയോ എടുക്കുമ്പോൾ ഒരുത്തൻ കണ്ടില്ലേ, അവിടെ നിന്ന് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ആരുടെ എന്തോ. അത്യാവശ്യം കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ നേരെ തിരിച്ചു. കണ്ടില്ലേ, എണ്ണപ്പനയുടെ മറ്റൊരു ഭംഗി ഇതാണ് ഗൈസ്. അവിടെ നിന്ന് വരുന്ന വഴിക്ക് കുറച്ച് മയിലിനെയും കണ്ടു. ഒന്നല്ല രണ്ടെണ്ണം, 2 മയിലിനെയും കണ്ട് ഞങ്ങൾ നേരെ അവിടെ തിരിച്ചു. എന്താണെന്തോ ഇമാതിരി പരിപാടിക്ക് ഇറങ്ങുമ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വരുന്ന സംഭവം വിശപ്പെന്ന് പറഞ്ഞാൽ. പിന്നെ അവിടെ നിന്നൊരു ചായയും കുടിച്ചു പരിപാടി വൈൻഡപ്പ് ചെയ്തു ഗൈസ്. അപ്പോൾ ശരി ഗൈസ്.